ഹായ് എവരി വൺ, മൈൻഡ്സ്റ്റാക്ക് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ഓപ്പറേറ്റേഴ്സ്, ജാവാസ്ക്രിപ്റ്റിലുള്ള ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഐ ടി ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ്. നമ്മളെപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഒരിക്കലും ഈ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എൻഡ് ചെയ്യുന്നില്ല. കാരണം ഓരോ ദിവസവും ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിജിലൻ്റ് ആയിരിക്കണം. അതൊക്കെ നമ്മൾ അറിയണം. അതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കണം. ടോം പീറ്റേഴ്സ് എങ്ങനെ പറയുന്നത്, ദ ഡേ യു സ്റ്റോപ്പ് ലേണിംഗ് ഈസ് ദ ഡേ യു സ്റ്റോപ്പ് ലീഡിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഫീൽഡിൽ ലീഡ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ 1-2 ആഴ്ച നമ്മൾ വിജിലൻ്റ് ആകാതെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഒരു 10 വർഷം പിറകോട്ട് പോയ പോലെ നമുക്ക് തോന്നും. അതാണ് കണ്ടിന്യൂസ് ലേണിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, അതായത് ബിൽഡിംഗ് ബ്ലോക്ക്, പ്രോഗ്രാമിങ്ങിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് പോലെയാണ് എക്സ്പ്രഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. മെയിനായിട്ട് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്ത് ഒരു റിസൾട്ട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ഒരു വാല്യൂ തരുന്നുണ്ട്, അതിനൊരു എക്സ്പ്രഷൻ എന്നാണ് പറയുക. അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ലെറ്റ് എ ഈക്വൽ ടു 10. ഇതൊരു എക്സ്പ്രഷനാണ്. ഇത് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുക, അതായത് സെൽഫ് ഇവാലുവേറ്റിംഗ് എക്സ്പ്രഷൻസ് എന്ന് പറയുക. അതായത് ഇതിൻ്റെ അകത്തൊരു ഓപ്പറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, 10 അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് ഒരു വാല്യൂ സെൽഫായിട്ട് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതാണ് ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ലെറ്റ് ഈക്വൽ ടു 10 + 20 എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവാലുവേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ബിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഇവാലുവേഷൻ നടക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനെയും എക്സ്പ്രഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു പ്രോഗ്രാമിങ്ങിലുള്ള ഓരോ എന്താ പറയുക വരിയും അതോരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, പക്ഷേ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒരു എക്സ്പ്രഷൻ ആകണമെന്നില്ല. എക്സ്പ്രഷൻ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് അതൊരു എന്താ പറയുക, ഒരു ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് എന്താ പറയുക, ഒരു എക്സ്പ്രഷൻ എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ ഒരു ഘടകമാണ് ഓപ്പറേറ്റേഴ്സ്. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ വളരെ മെയിനായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഓപ്പറേറ്റേഴ്സ്. അത് ജാവാസ്ക്രിപ്റ്റിലല്ല, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും മെയിനായിട്ട് 3 ഓപ്പറേറ്റേഴ്സാണുള്ളത്. ഒന്ന് യൂണറി ഓപ്പറേറ്റേഴ്സ്, രണ്ടാമത് ബൈനറി ഓപ്പറേറ്റേഴ്സ്, ടേണറി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഓപ്പറൻറ്റും ഒരു ഓപ്പറേറ്റേഴ്സുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എ ഈക്വൽ ടു 10 + 20 എന്ന് പറഞ്ഞോ. അപ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്ററാണ്. അപ്പോൾ 10, 20 ഇതിന് ഉപയോഗിക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ്, അതിനെയാണ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഒരൊറ്റ ഓപ്പറേറ്ററും ഒരൊറ്റ ഓപ്പറൻറ്റും മാത്രമേ ഉണ്ടാവും. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് 2 ഓപ്പറൻറ്റ് ഉണ്ടാവും, ഒരു ഓപ്പറേറ്ററും. ഇതിനാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് 3 ഓപ്പറൻറ്റും 2 ഓപ്പറേറ്ററും വരുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസിനെയാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. ഇതൊക്കെ എന്താണ്, ഈ 3 തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതിനാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ലെറ്റ് എ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നതിനെ ആക്ച്വലി പ്രോഗ്രാമിംഗിൽ ഈക്വൽ ടു എന്നല്ല പറയുക, അസൈൻമെൻറ്റ് എന്ന് പറയുക. എ അസൈൻസ് ടു 10 എന്നാണ് പറയുക. ലെറ്റ് എ അസൈൻസ് ടു 10 എന്നാണ് പറയുക. ഈക്വൽ ടു എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കില്ല. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു എന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലാതെ അസൈൻമെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഈ അസൈൻമെൻറ്റ് തന്നെ പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം, എ പ്ലസ് ഈക്വൽ ടു. ഇപ്പോൾ ഞാൻ എ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അടുത്ത വരിയിൽ എ പ്ലസ് ഈക്വൽ ടു 20. ഇതും ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതായത് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഈക്വൽ ടു എ പ്ലസ് 10 ആണ്. ഇതിനെയാണ് പ്ലസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും എന്ത് ചെയ്തു, നമ്മൾ ഷോർട്ട് ഹാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പ്ലസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊരു
ഓപ്പറേറ്ററാണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. മറ്റൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് മൈനസ് ഈക്വൽ ടു. അപ്പോൾ എന്താ വരിക? എ മൈനസ് 10. എയിൽ എന്താണോ വാല്യൂ ഉള്ളത് അതിൻ്റെ അതിൻ്റെ അതിനെ എന്ത് ചെയ്തു? 10 കൊണ്ട് കുറച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൾട്ടിപ്ലൈൻ്റെ ചിഹ്നം കൊടുക്കാം, ഡിവിഷൻ ഓപ്പറേറ്റർ കൊടുക്കാം. ഇതൊക്കെ എന്താ പറയുക? ഓരോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇതാണ്. അതായത് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? അസൈൻ ചെയ്യും, വാല്യൂവിനെ അസൈൻ ചെയ്യുക. ഈ പ്രോസസ്സിനെയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. അതായത് എന്താണോ ലെഫ്റ്റ് സൈഡിലുള്ളത് ആ വാല്യൂവിൻ്റെ ഉള്ളിലേക്ക് റൈറ്റ് സൈഡിലുള്ള എന്താ പറയുക വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. പിന്നെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, റിലേഷൻ ഓപ്പറേറ്റർ. ഇത് രണ്ടും, ഈ കമ്പാരിസൺ ഓപ്പറേറ്ററും റിലേഷൻ ഓപ്പറേറ്റേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇക്വാലിറ്റി കമ്പയർ ചെയ്യാനൊക്കെയാണ് ഇത് രണ്ട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഒന്നാമത്തെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇനീക്വാളിറ്റീസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതാ ഒരു ഇഫ് ക്ലോസ് ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യും. അത് രണ്ട് വേരിയബിൾ കൊടുക്കാം. ലെറ്റ് എ ഈക്വൽ ടു എ അസൈൻ ടു 10, ലെറ്റ് ബി അസൈൻ ടു 20 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനവിടെ ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ് എ ഈക്വൽ ടു ബി ആണോ എന്ന്. ഈക്വൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എ ഈക്വൽ ടു അതായത് എയും ബിയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതായത് നോട്ട് ഈക്വൽ ടു, എയിലുള്ള വാല്യൂം ബിയിലുള്ള വാല്യൂം ഈക്വൽ ടു അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ഈ കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കൺസോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ console.log ഇത് ചെക്ക് ചെയ്ത് നോക്കും. എ നോട്ട് ഈക്വൽ ടു ബി ആണോ എന്ന് നോക്കും. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യും? ട്രൂ എന്ന് പറഞ്ഞ് കൺസോൾ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ് കൺസോൾ ചെയ്യും. ഓക്കെ, കണ്ടോ? ട്രൂ എന്ന് പറഞ്ഞ് കൺസോൾ ചെയ്തു. കാരണം എന്താണ്? എയും ബിയും സെയിം അല്ല. ഓക്കെ, അതേസമയത്ത് ഞാൻ ഇവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കൊടുത്തെങ്കിൽ എന്ത് ചെയ്തു? ഫോൾസ് എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ഇനി റിലേഷൻ ഓപ്പറേറ്റർ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതായത് എ ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതായത് മാഗ്നിറ്റ്യൂഡാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഇങ്ങനെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് എന്താ പറയുക? റിലേഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതും ഒരു ബൂളിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ട്രൂ ആണ്, എ ലെസ് ദാൻ ബി ആണ്. ഇനി നമുക്ക് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷൻ ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ലെവൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ്. അതായത് എന്താ പറയുക? A+2 A+B ഇതൊരു അരിത്തമാറ്റിക് ഓപ്പറേഷനാണ്. പിന്നെ ലെറ്റ് സം ഈക്വൽ ടു A+B ഇത് ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷനാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് കൊടുക്കാം, ഡിവിഷൻ കൊടുക്കാം, മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. ഇതൊക്കെ എന്താണ്? സബ്സ്ട്രാക്ഷൻ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ അരിത്തമാറ്റിക് ഓപ്പറേറ്ററും നമ്മൾ യൂസ് ചെയ്യുന്നതിന് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എന്നാണ് പറയുക. നമുക്ക് ഡിവിഷൻ കൊടുക്കാം. പിന്നെ മോഡുലർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ മോഡുലസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ എന്താ പറയുക? ഡിവിഷൻ ചെയ്ത് കൊടുക്കും. ഡിവിഷൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബാക്കി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്രയാണ് വരുന്നത്? 0 അല്ലേ? അപ്പോൾ ശിഷ്ടം നമുക്കിവിടെ കിട്ടും. മോഡുലസ് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സാണ്. നമുക്ക് ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ എന്നൊക്കെ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനെങ്ങനെയാണ് സൂചിപ്പിക്കുക? ഇതാണ് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ, ഇതാണ് ബിറ്റ് വൈസ് ഓർ ഓപ്പറേറ്റർ, ഇതാണ് ബിറ്റ് വൈസ് XOR ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ കുറേ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ എന്ത് ചെയ്യും?
ബിറ്റിലേക്ക് 32 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടറിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ നമ്പറൊന്നും ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പറിനൊക്കെ എന്ത് ചെയ്യും, ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. 1010 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്ത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം എന്ത് ചെയ്യും, ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഒരു 10 എടുത്തു. 10 എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിനെ ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് 1010 എന്ന് പറഞ്ഞു. ഇതാണ് 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് റെപ്രസെൻറ്റേഷൻ. ഇനി എന്ത് ചെയ്തു, 2 എടുത്തു. 2നെ എന്ത് ചെയ്തു, ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 0010 എന്ന് പറഞ്ഞു വരും. ഇനി ഇതിൻ്റെ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കും. ഓരോ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസും ചെക്ക് ചെയ്ത് നോക്കും. ഇവിടെ 1 എന്താ ബിറ്റ് വൈസ് ആൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടിലും 2 പ്ലേസും 1 വരികയാണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അല്ലാത്ത എല്ലാ കേസിലും 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 0 0 0 1 1 1 0 0 അത് വീണ്ടും 0. അപ്പോൾ ഇത് എത്രയാണ്, 10 എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇതിൻ്റെ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ആണ് ഇത് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതെന്ന്. എയിൽ ഞാൻ 10 കൊടുത്തു, ബിയിൽ 2 കൊടുത്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൺസോൾ ചെയ്യണം. എന്താ കൺസോൾ ചെയ്യേണ്ടത്, 10 ബിറ്റ് വൈസ് ആൻഡ് എ ബിറ്റ് വൈസ് ആൻഡ് 2 ബി എത്ര കിട്ടുന്നത് നമുക്ക് നോക്കാം. സി, നമുക്ക് 2 കിട്ടിയില്ലേ. ഇങ്ങനെയാണ് ബിറ്റ് വൈസ് ആൻഡ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ബിറ്റ് വൈസ് ഓർ ഉണ്ട്, ബിറ്റ് വൈസ് എക്സ് ഓർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് മെയിനായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിന് എന്ത് ചെയ്യും, ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്ററൊക്കെ വരുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്ന ഓപ്പറൻസ് ഫുള്ള് എന്തായിരിക്കണം, ബൂളിയൻ വാല്യൂസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. സം ഓഫ് ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ ഓർ ഓപ്പറേറ്റർ, ആൻഡ് ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്ററിന് പ്രത്യേകത എന്ന് വെച്ചാൽ ബിറ്റ് വൈസിൽ ഒരു ആൻഡാണ് വരിക. ലോജിക്കൽ ഓപ്പറേറ്റർ വരുന്ന സമയത്ത് 2 പൈപ്പ് സൈന് വരുന്നുണ്ട്. ഓറിന് വേണ്ടി 2 എന്താ പറയുക ഈ സൈന് വരുന്നുണ്ട്, ആംബസെൻറ്റ് സൈന് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ആൻഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇത് ഒരു എന്താ പറയുക റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ആൻഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതാണ് നമ്മളെന്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കും. ലെഫ്റ്റ് സൈഡ് എടുക്കുന്ന സമയത്ത് അതൊരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. റിലേഷണൽ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. 10 ആണോ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, യെസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ട്രൂ വരും. ഇവിടെ ട്രൂ വരും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ റൈറ്റ് സൈഡിലുള്ള ചെക്ക് ചെയ്യും. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ, യെസ്. ബി എന്ന് പറയുന്നത് 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതും ട്രൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ 2 ബൂളിയൻ എക്സ്പ്രഷനും കൂടെ ചെക്ക് ചെയ്ത് നോക്കും. രണ്ടും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ആൻഡ് ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. സി, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഓക്കെ, ഇനി ഞാൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ ഫോൾസ് ആണ് വന്നത്, ലെഫ്റ്റ് സൈഡിൽ ട്രൂ ആണ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആൻഡ് കടക്കൂല, ഇഫ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കൂല. കാരണം എന്താണ്, ഇത് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ആൻഡ് ഓപ്പറേറ്റർ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഓപ്പറേറ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് എക്സ്പ്രഷനും റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷനും ട്രൂ ആണ്. എന്നാൽ മാത്രമേ ഈ ആൻഡ് ഓപ്പറേറ്റർ എന്ത് ചെയ്യും, പാസ്സാവും, ട്രൂ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുക. ഇതെന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ആൻഡ് ഓപ്പറേറ്ററിൽ കൊടുക്കുന്ന എല്ലാ ഓപ്പറൻസും ട്രൂ ആയിരിക്കണം. ഓക്കെ, അതായത് ഒരു അതവിടെ തന്നെ നിൽക്കട്ടെ. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ട്രൂ ആൻഡ് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ട്രൂ പ്രിൻ്റായി. ഇനി ഞാനിവിടെ ഫാൾസ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫോൾസ് എന്ന് പറഞ്ഞു വന്നു. ഇനി ഞാൻ രണ്ടും ഫോൾസ് കൊടുക്കുകയാണ്. രണ്ടും ഫോൾസ് കൊടുത്താലും ഫോൾസ് വരും. ഇനി ഓർ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ഓർ ഓപ്പറേറ്റേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന്
അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും ട്രൂ ആണെന്നില്ല, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഓർ ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അത് ആദ്യം തന്നെ ഫോൾസും കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഫോൾസ് ആണ് വന്നത്. ഇനി ഒരു ഭാഗം ഞാൻ ട്രൂ കൊടുത്തു, അപ്പോൾ എന്ത് ചെയ്തു, ട്രൂ പ്രിൻ്റായി. ഇനി രണ്ടും ട്രൂ കൊടുത്താൽ എന്ത് ചെയ്യും, അതും ട്രൂ വരും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു, അതായത് നമുക്ക് ചില കണ്ടീഷൻസ് വരും. അതായത് ഒന്നുകിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആകണം, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇഫ് ക്ലോസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാം, ഓർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അതായത് രണ്ട് കണ്ടീഷനും എന്ത് ചെയ്യണം, ഫോൾസ് ഇത് ട്രൂ ആകണം. രണ്ട് കണ്ടീഷനെ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ഇഫ് ക്ലോസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂ. അങ്ങനെയുള്ള കേസിന് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതായത് ഒന്ന് കൂടുതൽ റിലേഷൻ ഓപ്പറേറ്റേഴ്സിനോ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെയാണ് ബിഗ് ഇൻഡ് ഓപ്പറേറ്റർ. ബിഗ് ഇൻഡ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സാധാരണ ഇൻറ്റിജർ ഓപ്പറേറ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ബിഗ് ഇൻഡ് വെച്ച് ചെയ്യാൻ പറ്റും. ബിഗ് ഇൻഡ് എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, അവസാനം ഒരു എന്നും കൂടെ വരും. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക ബിഗ് ഇൻഡിനെ. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് a+b. ഓക്കെ, 12. ഇങ്ങനെയാണ് ബിഗ് ഇൻഡ് വരിക. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും, സാധാ ഇൻറ്റിജറിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും ബിഗ് ഇൻഡ് ഓപ്പറേറ്റേഴ്സിലും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ്. സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ആയിട്ട് നമുക്ക് വരുന്ന അതായത് വാല്യൂസിൻ്റെ മേലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സിനാണ് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഞാനിവിടെ സാം കൊടുത്തു. ഒരു ഓപ്പറേറ്റേഴ്സാണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ, ജാസ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാം, a+b കൊടുക്കും. ഇതിനാണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറയുക. അതായത് ഫസ്റ്റത്തെ ഓപ്പറേറ്ററും സെക്കൻഡത്തെ ഓപ്പറേറ്ററും തമ്മിൽ എന്ത് ചെയ്യുന്നു, കൂട്ടുക ചെയ്യുന്നത്, കോൺകാറ്റിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ടായിട്ട് സാം ജാസ് എന്ന് പറഞ്ഞത് ഇതും തമ്മിൽ കൂട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ വേറെയും സ്ട്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. അതായത് അതിൻ്റെ അകത്ത് 3 ഓപ്പറേറ്റർ വരും, മാത്രമല്ല രണ്ട് ഓപ്പറേറ്റർ വരും, 3 ഓപ്പറൻറ്റും വരും. അങ്ങനെയാണ് ടെർണറി ഓപ്പറേറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെർണറി ഓപ്പറേറ്റേഴ്സിൻ്റെ ഫോം എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഒരു എക്സ്പ്രഷൻ കൊടുക്കും, ഓപ്പറൻറ്റ് 1. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ആക്ച്വലി ഒരു എക്സ്പ്രഷനാണ് വരിക. എക്സ്പ്രഷൻ ട്രൂ ആണോ എന്ന് നോക്കും. ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 റിട്ടേൺ ചെയ്യും. ട്രൂ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ്. ആദ്യം ഈ എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കും, ഈ എക്സ്പ്രഷൻ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് 1 പ്രിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 കൊടുത്തു, ഇവിടെ ഞാൻ ബിയിൽ 20 കൊടുത്തു. എന്നിട്ട് ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ബി ആണോ നോക്കുന്നത്. ലെസ് ദാൻ ബി ആണെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ ടെർണറി ഓപ്പറേറ്റർ ഓപ്പൺ ആക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 അല്ലെങ്കിൽ എന്ത് ചെയ്യും, കൺസോൾ ഡോട്ട് ലോഗ് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് എന്ത് ചെയ്തത്, കൺസോൾ ചെയ്തത്. ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം, കൺഫ്യൂഷൻ വേണ്ട. കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. അതായത് ഇവിടെ ചെക്ക് ചെയ്തു, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ. a എന്ന് പറയുന്നത് 10 ആണ്, b എന്ന് പറയുന്നത് 20 ആണ്. അതെ, a ലെസ് ദാൻ 10 ലെസ് ദാൻ 20 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് റണ്ണായി, സെക്കൻഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് റണ്ണായില്ല. ഓക്കെ, ഇനി ഞാനിവിടെ ഗ്രേറ്റർ ദാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് 2 വർക്കായി, സ്റ്റേറ്റ്മെൻറ്റ് 1 വർക്കായില്ല. ഇതാണ് ആക്ച്വലി നമ്മളിപ്പോൾ ഇഫെൽസിനൊക്കെ പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടോ, ഇഫെൽസൊക്കെ എഴുതുന്ന സമയത്ത് ഒരു 4-5 ലൈനൊക്കെ പോകും, അതിന് പകരം ഒറ്റ ലൈനിൽ നമുക്ക് എന്ത് ചെയ്ത് കാര്യം കഴിഞ്ഞു. ഇത് റിയാക്ട് JS-ലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കണ്ടീഷനിൽ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഇതിനെ യൂസ് ചെയ്യുന്നു. അതിനാണ് കണ്ടീഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കണ്ടീഷൻ നോക്കിയിട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി കോമ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പൊതുവായിട്ട് ഈ ഫോർ ലൂപ്പിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കാണിച്ചു തരാം.
or let a equal to 1. ഇനി എന്ത് ചെയ്യണം? എനിക്ക് മറ്റൊരു വേരിയബിളും കൂടെ അസൈൻ ചെയ്യണം. ഈ ഒരു കേസിൽ നമുക്ക് കോമ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് എനിക്ക് എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. ആ ഒരു കേസിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ കോമ യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? എ ലെസ് ദാൻ ബി. എന്നിട്ട് ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? സോറി, ഇപ്പോൾ ഞാൻ ഇവിടെ ലെറ്റ് വീണ്ടും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി എ പ്ലസ് ഈക്വൽ ടു 1, ബി പ്ലസ് ഈക്വൽ ടു 2. അതായത് ഇവിടെ ഞാൻ കോമ ഓപ്പറേറ്റർ കൊടുത്തു. അതായത് ഫസ്റ്റ് എന്താ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പാണ്. ഇനീഷ്യലൈസ് സ്റ്റെപ്പിൽ എനിക്ക് 2 വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? എനിക്ക് കോമ ഓപ്പറേറ്റർ കൊടുത്തിട്ട് 2 റിലീസ് ചെയ്യാം. അതിനാണ് കോമ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്താ ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, എ ലെസ് ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അതിനുശേഷം ഇപ്പോൾ ഫസ്റ്റ് ലൂപ്പ് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്ഡേഷനിൽ എനിക്ക് 2 വാല്യൂസ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അപ്പോഴും എനിക്ക് എന്ത് ചെയ്യാം? കോമ ഇട്ട് കൊടുക്കാം. ഇതെന്ത് ചെയ്തു? കൺസോൾ ഡോട്ട് ലോഗ് സമ്മ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ് എ പ്ലസ് ബി. അപ്പോൾ എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ സമ്മ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അതിൻ്റെ സമ്മ് കൺസോൾ ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇത് പോവുകയാണ്. അതായത് എല്ലാ കേസിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എ 1 ആയിട്ട് കൂട്ടുന്നു, ബി 2 ആയിട്ട് കൂട്ടുന്നു. അപ്പോൾ ഏത് കേസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. ഇനി നമുക്ക് നേരെ തലതിരിച്ച് നോക്കാം. അതായത് നമ്മൾ എ 2 ആയിട്ട് കൂട്ടുന്നു, ബി 1 ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കണ്ടോ, 2 പ്രാവശ്യം റണ്ണായുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1 2. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണോ? യെസ്. അപ്പോൾ സമ്മ് പ്രിൻറ്റ് ചെയ്ത് ഇനി 2 അപ്ഡേറ്റ് ചെയ്ത് എ 2 ആയിട്ട് കൂട്ടി. അതായത് എ എന്ന് പറയുന്നത് 1 ആണ്, 1 3 ആയി. ഇത് ബി 1 കൂട്ടി. അപ്പോൾ 3 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെയും ചെക്ക് ചെയ്യും, പിന്നെയും കൺസോൾ ചെയ്യും. എന്നിട്ട് അടുത്ത കേസിൽ അപ്ഡേഷൻ വരുന്ന സമയത്ത് എ 2 കൂട്ടി. അപ്പം 3 2 5 ആയി. ബി പക്ഷേ 1 കൂട്ടുന്നുള്ളൂ, 4. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ഈ ഇഫ് ക്ലോസിൻ്റെ പുറത്ത് ഇറങ്ങി. ഇതാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ അസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയുക, കോമ ഓപ്പറേറ്റേഴ്സ് കൊടുക്കാം. അതായത് 1 കൂടുതൽ വേരിയബിൾസ് എനിക്ക് എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. ബി ഈക്വൽ ടു 3, സി ഈക്വൽ ടു 4 എന്നൊക്കെ പറഞ്ഞ് അസൈൻ ചെയ്യണം. ഇതിനൊക്കെയാണ് കോമ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി യൂണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഓപ്പറൻറ്റും അതേപോലെ തന്നെ ഒരൊറ്റ എന്താ പറയുക ഓപ്പറേറ്റർ മാത്രമേ ഉണ്ടാവും. അതിനാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ട് വരുന്നതാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ് എ ഈക്വൽ ടു 10. ഇനി എനിക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് പ്ലസ് പ്ലസ് എ കൊടുത്തു സി. അതായത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ 12 ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടും. ഓക്കെ, ഇത് പോസ്റ്റ് ഫിക്സും ഉണ്ട്, പ്രിഫിക്സും ഉണ്ട്. ഇത് പ്രിഫിക്സ് ആണ്. അതായത് ആദ്യം കൂട്ടും എന്നിട്ടാണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും എന്നിട്ടാണ് വാല്യൂ കൂട്ടുക. നമുക്കിപ്പോൾ 10 എന്നാണ് കിട്ടിയത്. കണ്ട, ആദ്യം എന്ത് ചെയ്തു? എ കൺസോൾ ചെയ്തു. കൺസോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ വാല്യൂ കൂട്ടുന്നത്. ഇനി നമുക്ക് താഴെ ഒരു കൺസോൾ ഇട്ടിട്ട് വീണ്ടും എ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കണ്ട, രണ്ടാമത് 11 ആയി. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? എൻ്റെ വാല്യൂ കൂട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിന് എങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണോ യൂസ് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിലാണോ യൂസ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലാണോ യൂസ് ചെയ്യുന്നത്, പോസ്റ്റ് ഫിക്സ് ആണോ സഫിക്സ് ആണോ എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ വാല്യൂസ് ഇൻക്രിമെൻ്റ് ആകുന്നത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഡിക്രിമെൻ്റ് ആവും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് യൂണറി ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റ് പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഓപ്പറേറ്റേഴ്സാണ് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞത്. ഈ പ്രോഗ്രാമായിട്ട് ഓപ്പറേറ്റേഴ്സും അതേപോലെ തന്നെ എക്സ്പ്രഷൻസുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ബാക്ക് എൻഡിലാണെങ്കിലും ഫ്രണ്ട് എൻഡിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ആവശ്യം വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. ഡാറ്റാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രോസസ്സിങ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക? കുറേ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ കിട്ടുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സ് വളരെ അത്യാവശ്യമാണ്. ഈ ലോജിക്കൽ ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഇല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രോഗ്രാമിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.